ഞാൻ തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് ജനിച്ച ആളാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ ചക്രമാണ് മുഴുവൻ ചക്രം, അരച്ചക്രം, കാച്ചക്രം, മുക്കാച്ചക്രം. അതൊരു ചക്രം, ചക്രം ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിയുക, ഒരു ചക്രം ഉണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കുക. ആ കാലമാണ്. അരിയില്ല, അരി കിട്ടില്ല. ഒരു ആഴക്കരി വഴക്കരിയൊക്കെയാണ് റേഷൻ്റെ അരി കിട്ടുക. ആ കാലത്ത് തിന്നണത് ചോളം, കമ്പം, ആട്ടപ്പൊടി, പച്ചക്കറികൾ, കുത്തിയിടുന്ന പുല്ല്, പയറ്, വയറ്റിൻ്റെ ഇല, ഇവ സാധനങ്ങളൊക്കെ തിന്നിട്ടാണ് ജീവിക്കണത്. ഇതൊക്കെ ജീവിച്ചാൽ എന്താണ്, ചോറ് തിന്നാൻ കൊതിയാവും. ഇല്ല, ചോറ് തിന്നാൻ കിട്ടൂല. പിന്നെ മീൻ, കക്ക പുഴയിൽ പോകും, കക്ക എടുക്കും, അത് കൊണ്ടുവന്ന് പുഴുങ്ങി അറയെടുത്ത് അത് വെച്ച് തിന്നും. കടപ്പുറത്ത് പോകും, മീൻ ചുവന്ന് കൊണ്ടുവരും. മീൻ ചുവന്ന് കൊണ്ടുവന്നിട്ട് അത് വെച്ച് അന്ന് കറി വെക്കാനില്ല. കറി വെക്കാൻ പച്ചമുളകില്ല, തക്കാളി ഇല്ല, വെണ്ടക്ക ഇല്ല, പിന്നെ വെളുത്തുള്ളി ഇല്ല, ഒന്നുമില്ല. ആ കാലത്ത് ഈ സാധനങ്ങളൊന്നുമില്ല, പച്ചക്കറികൾ. അങ്ങനെ ഉണങ്ങിയ മുളകും, അന്ന് കൊത്തമ്പാലി എന്നാ പറയുക, കൊത്തമ്പാലി ഉണ്ടാവും, മഞ്ഞളും. ഇത് വറുത്ത് ഇടിച്ച് ഉരലിലിട്ട്, ഉരലിലിട്ട് ഇടിച്ച് തെള്ളി എടുത്തിട്ട് വേണം കറി വെക്കാൻ. അത് ഒരേ കലം കറി വെക്കും. അത് അപ്പം തന്നെ ഒക്കെ തിന്ന് തീരും. ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ വളർന്നുണ്ടായ ആളാണ് ഞാൻ. എനിക്ക് വയസ്സാണെങ്കിൽ കുറേ അറിയാം. പിന്നെ കോലുകളി കുറേ ആയി. പിന്നെ എന്തുട്ടാ, പിന്നെ ചോറും, പിന്നെ പെരുന്നാളും മിറ്റൊക്കെ വരുമ്പോൾ കളി കാണാൻ പോകും, കളിക്കാൻ പോകും, കയ്യൊട്ടിപ്പാടാൻ പോകും. പല കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ കാലത്ത്. ഇന്ന് ഓർമ്മ ഒന്നുമില്ല, പലതും ഉണ്ടായി. അന്ന് പുതിയാപ്പിളാർ വന്നാൽ പുതിയാപ്പിളാർ ചുവന്ന ചീനായി എടുത്തിട്ടാണ് പുതിയാപ്പിള വരണേ. കസുവേരത്തേട്ടൻ തലയെ കെട്ടും, തൊപ്പിച്ചട്ടിൽ ചോറ് കൊടുക്കും, കുഞ്ഞിച്ചട്ടിൽ ചായ കൊടുക്കും. കുഞ്ഞിച്ചട്ടിലും മിറ്റൊക്കെയാണ് ഇത് ചിരട്ടക്കയിലാണ്. അന്ന് ചിരട്ടക്കയിലിട്ട് കുഞ്ഞിച്ചട്ടിയിൽ കറി. അന്ന് കറി എന്ന് പറയില്ല, കൂട്ടാനാണ്. കൂട്ടാനും ചോറും കൂട്ടാനും ഒക്കെ ചട്ടിയിലാണ് ഒരു പുതിയാപ്പിളക്ക് കൊടുക്കുക. കട്ടലില്ല, മെത്തയില്ല, ഇതൊന്നുമില്ല. ഒരു മെത്തപ്പായ ഉണ്ടാവും പുതിയാപ്പിളക്ക് കിടക്കാൻ. ആ മെത്തപ്പായിലാണ് കിടക്കുക. പിന്നെ തേപ്പായികളും ഇതൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ എന്തെല്ലാം കഴിഞ്ഞുകൂടി, എന്തെല്ലാം കൗതുകങ്ങൾ കഴിഞ്ഞ്. പല കൗതുകമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വയസ്സായ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് വയ്യ, അടപ്പ് വയ്യ. ഇതൊക്കെ പിന്നെ എന്തുട്ടാണ് ഓർമ്മയില്ല.